ദേശീയ ഗെയിംസ് പരിശീലന ക്യാമ്പിൽ കേരള ഹാൻഡ്ബോൾ ടീമിന് ഭക്ഷണം എത്തിച്ച കാറ്ററിംഗ് യൂണിറ്റിന് പണം നൽകിയില്ലെന്ന് പരാതി. കേരള ഹാൻഡ്ബോൾ അസോസിയേഷനാണ് തിരുവനന്തപുരത്തെ നളന്ദ ഇവന്റ് മാനേജ്മെന്റിന് പണം നൽകാത്തത് ഫണ്ടില്ലെന്നാണ് ഹാൻഡ്ബോൾ അസോസിയേഷന്റെ വിശദീകരണം. 2022 ഓഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 27 വരെ തിരുവനന്തപുരം പൗണ്ട് കടവ് ഗ്രൗണ്ടിലെ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്കാണ് കാറ്ററിംഗ് യൂണിറ്റ് നടത്തുന്ന വികാസ് ഭക്ഷണം എത്തിച്ചത്. സുഹൃത്ത് വഴി കേരള ഹാൻഡ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി SS സുധീറിനെ പരിചയപ്പെട്ടാണ് കരാർ ഏറ്റെടുത്തത്. ക്യാമ്പ് കഴിഞ്ഞ് 20 മാസം പിന്നിട്ടു. 50 ദിവസത്തെ ഫുഡ് കൊടുത്തതിൻ്റെ പൈസ 4,80,000 രൂപ. ഇങ്ങനെ 3 നേരം ബൈക്കിൽ മഴയും മയിലും എല്ലാം കൊണ്ടു കൊടുത്തതാണ്. പക്ഷേ ഇന്ന് വരെ അതിൽ 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ഓണ സമയത്തായിരുന്നു, നല്ല തിരക്കുള്ള സമയത്തായിരുന്നു. പക്ഷേ എന്നിട്ട് ഞാൻ കൊണ്ട് കൊടുത്ത് പെട്രോൾ അടിക്കാനുള്ള പൈസ പോലും കിട്ടിയിട്ടില്ല. ക്യാമ്പിനെ കുറിച്ച് നിരവധി പരാതികൾ ഉയർന്നതിനെ തുടർന്ന് 19ാം ദിവസം ക്യാമ്പ് നിർത്തിവെക്കാൻ സ്പോർട്സ് കൗൺസിൽ ഉത്തരവിട്ടിരുന്നു. എന്നാൽ സുധീർ ഇത് മറച്ചുവെച്ചു. 50 ദിവസം വികാസ് കുട്ടികൾക്ക് ഭക്ഷണം നൽകി. ഞാൻ ഇറങ്ങിയപ്പോൾ പെട്ട അവസ്ഥയായി. കാരണം 19 ദിവസം കഴിഞ്ഞപ്പോൾ ക്യാമ്പ് നിർത്താൻ പറഞ്ഞിട്ട് വീണ്ടും എൻ്റെ ഫുഡ് വാങ്ങിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞ ഫണ്ട് വരാത്തതുകൊണ്ടാണ് തരാത്തത്. സാമ്പത്തിക പ്രതിസന്ധി എന്നാണ് ഹാൻഡ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി കൂടിയായ സുധീറിന്റെ മറുപടി. പക്ഷേ താരങ്ങളുടെ പരിശീലനത്തിനും താമസത്തിനും ഭക്ഷണത്തിനുമായി 1.5 ലക്ഷം രൂപ കേരള സ്പോർട്സ് കൗൺസിൽ മുൻകൂറായി ഹാൻഡ്ബോൾ അസോസിയേഷന് നൽകിയിട്ടുണ്ട്. എന്നിട്ടും കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത വികാസിന് പണം കിട്ടിയില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.